ഹായ് ഓൾ വെൽക്കം ടു ഷൈനീസ് ഫിസിക്സ് ക്ലാസ് റൂം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇതിനൊക്കെ എക്സ്പ്രഷൻസ് കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? എന്തായിരുന്നു ഡിസ്പ്ലേസ്മെന്റിന്റെ എക്സ്പ്രഷൻ? എക്സ് ഇസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. അതുപോലെ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഓക്കെ, ഇനി ആക്സിലറേഷന്റെ എക്സ്പ്രഷനോ? എ ഇസ് ഈക്വൽ ടു മൈനസ് എ ഒമേഗ സ്ക്വയർ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ്. ഓക്കെ, ഇതിന്റെയൊക്കെ എക്സ്പ്രഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തു. അതുപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലവും നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഓക്കെ, എനർജി ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിക്കിള് സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്തെ അതിന് എന്തൊക്കെ എനർജി ഉണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എന്തൊക്കെ എനർജിയാണുള്ളത്? When a particle is moving in simple harmonic motion, it possesses kinetic energy as well as potential energy. So നമുക്ക് അതിനകത്തുള്ള ടോട്ടൽ എനർജീനെ എങ്ങനെ എഴുതാൻ പറ്റും? Total energy is a sum of kinetic energy and potential energy. ഓക്കെ, ഇനി നമുക്ക് കൈനറ്റിക് എനർജിക്കും പൊട്ടൻഷ്യൽ എനർജിക്കും ഓരോ എക്സ്പ്രഷൻസ് ഡിറൈവ് ചെയ്യാം. ഡിറൈവ് ചെയ്തിട്ട് അത് ഈ ഇക്വേഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ കിട്ടും. സോ ഫസ്റ്റ് ഇസ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? കെ ഇ ഹാഫ് എം വി സ്ക്വയർ അല്ലേ? കൈനറ്റിക് എനർജി ഈസ് ഹാഫ് എം വി സ്ക്വയർ. വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്തായിരുന്നു? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്. സോ നമുക്ക് അത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മൈനസ് എ ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ഓൾ സ്ക്വയർ. അപ്പൊ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. ഓക്കെ, നമ്മൾ ഒരു സെക്കൻഡ് ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പഠിച്ചിരുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ പഠിച്ചു അല്ലെ? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്തായിരുന്നു? ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞായിരുന്നു ഒമേഗ സ്ക്വയറിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ അവിടെ ചെയ്തായിരുന്നു അല്ലെ? എന്തായിരുന്നു? കെ ഡിവൈഡഡ് ബൈ എമ്മിനാണ് നമ്മൾ ഒമേഗ സ്ക്വയർ കൊടുത്തത്. സോ കെ ഇവിടെ നിന്ന് കെ എന്താ എഴുതാം? കെ ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, എം ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞ രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അപ്പൊ എം ഇൻറ്റു ഒമേഗ സ്ക്വയറിന് നമുക്ക് എന്ത് എഴുതാം? കെ എന്ന് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ഫൈവ്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് എക്സ്പ്രഷൻ. ഇതാണ് കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കണ്ടുപിടിക്കാനുള്ള എന്താണ്? പൊട്ടൻഷ്യൽ എനർജി. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? സോ ഞാൻ പറഞ്ഞു, പാർട്ടിക്കിള് സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇരിക്കുമ്പോൾ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ഇതാണ് അതിന്റെ മെയിൻ പൊസിഷൻ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? സീറോ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുമ്പോൾ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ? എക്സ്ട്രീം പൊസിഷനിലോട്ട് പോകത്തുള്ളൂ. സോ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ ടു ആൻഡ് ഫ്രോ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലേ? ഇപ്പോൾ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് എക്സ് ഇസ് ഈക്വൽ ടു സീറോ, അതായത് മെയിൻ പൊസിഷനിൽ നിന്ന് ഈ എക്സ് ഇസ് ഈക്വൽ ടു എ, ആംപ്ലിറ്റ്യൂഡ് എ ആണെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിലോട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കണം. ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ അതിനകത്തൊരു വർക്ക് ചെയ്തു എന്നാണ്. ആ വർക്കിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ നമുക്ക് ആ വർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? വർക്കിന്റെ എക്സ്പ്രഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, എഫ് ഇൻറ്റു എക്സ്. അതാണ് വർക്ക് ഡൺ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും?
ആക്ടിങ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആണ് അല്ലെ. ആ ഫോഴ്സിന്റെ പേരെന്താണ്? റിസ്റ്റോറിങ് ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് എന്തായിരിക്കും? മൈനസും ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം? W is equal to minus of F into X എന്ന് എഴുതാം. ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു എക്സ്പ്രഷൻ ആണ് എഫ് ഇൻ ടേംസ് ഓഫ് കെ ആൻഡ് എക്സ് എന്താണ്? മൈനസ് കെ ഇൻറ്റു എക്സ് അല്ലേ. ഓക്കെ, അപ്പൊ ഈ രണ്ട് എക്സ്പ്രഷൻ ഇവിടെ ഇരിക്കട്ടെ. ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ഇത് ഇക്വേഷൻ നമ്പർ 2ഉം അങ്ങനെ എഴുതി കൊടുക്കുക. ഇനി ഈ വർക്ക് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇപ്പൊ ഒരു ചെറിയ വർക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? DW. അപ്പൊ ഡിസ്പ്ലേസ്മെന്റും അതുപോലെ എന്തായിരിക്കും? ചെറുതായിരിക്കും. സോ മൈനസ് ഓഫ് എഫ് ഇൻറ്റു ഡി എക്സ് ഇങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, ഇനി ഈ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് കെ എക്സ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. മൈനസ് കെ എക്സ് ഇൻറ്റു ഡി എക്സ് ഓർ ദിസ് ഇസ് ഈക്വൽ ടു കെ എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പൊ ഡി ഡബ്ല്യു നമുക്ക് എന്ത് കിട്ടി? കെ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടി. ഇനി വർക്ക് ഡൺ എന്താണ് ഇതിനകത്തുനിന്ന്? ഈ സാധനത്തിന് എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? വർക്ക് ഡൺ. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് കെ എക്സ് ഡി എക്സ്. ഇതിനകത്ത് കോൺസ്റ്റന്റ് ഏതാണ്? കെ. സോ ഇന്റഗ്രൽ എക്സ് ഡി എക്സ്. ഇനി നമുക്ക് അറിയാമെന്നുള്ള ഒരു ഫോർമുല ഉണ്ട്. ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് എന്താണ്? എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമ്മൾ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് റേസ് ടു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 അല്ലേ. എത്രയാണ്? കെ ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ അല്ലേ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ. ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷൻ എന്തായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5 അല്ലേ. ഇനി ആ ഇക്വേഷൻ സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോസ് ഒമേഗ ടി പ്ലസ് 5. സോ ഇത് ഈ എക്സ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഈ വാല്യൂവിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഡബ്ല്യു എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എ കോസ് ഒമേഗ ടി പ്ലസ് 5 ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ദിസ് വൺ ഇതിനെ അങ്ങ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഓക്കെ, സോ ദിസ് ഇസ് എക്സ്പ്രഷൻ നമ്പർ 2. ഈ എക്സ്പ്രഷൻ ഈ വർക്ക് ഡൺ ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു എന്താണ്? ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് തന്നെയല്ലേ പൊട്ടൻഷ്യൽ എനർജി. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി എന്താണ്? കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എന്താണ്? ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ടോട്ടൽ എനർജി ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ എന്താണ് കിട്ടുന്ന? ഹാഫ് കൈനറ്റിക് എനർജി നമുക്കറിയാം എന്താണ്? കൈനറ്റിക് എനർജി നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 അല്ലേ. സോ ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 അതാണ് കൈനറ്റിക് എനർജി. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് എന്താണ്? ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. സോ ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5. ഇതിനകത്തുനിന്ന് ഹാഫ് കെ എ സ്ക്വയർ കോമൺ എടുക്കുക. ഹാഫ് കെ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് കോസ് സ്ക്വയർ omega t plus 5. Okay, what is sin square theta plus cos square theta? Sin square theta plus cos square theta എന്താണ്? 1. അപ്പൊ ഇവിടെ എന്ത് കിട്ടും?
ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ. ഈ വാല്യൂ എന്തായി? സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ഈക്വൽ ടു 1. സോ ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഗ്രാഫിക്കൽ പ്ലോട്ട് വരയ്ക്കാം. ഓക്കെ, സോ മീൻ പൊസിഷൻ, ഇത് എക്സ്ട്രീം പൊസിഷൻ. ഓക്കെ, മീൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്താണ്? 0. എക്സ്ട്രീം പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്താണ്? എ ആണ്. ഇനി കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യാം. കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. മീൻ പൊസിഷൻ ആയിരിക്കുമ്പോൾ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി അറ്റ് മീൻ പൊസിഷൻ ഒരു 3rd ക്ലാസ്സിലാണ് ഞാൻ പഠിപ്പിച്ചതെന്ന് തോന്നുന്നു. വെലോസിറ്റി അറ്റ് മീൻ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മൈനസ് ഓഫ് എ ഒമേഗ അല്ലേ? അപ്പൊ ഈ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എ ഒമേഗ ദ ഹോൾ സ്ക്വയർ. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫ് ഇൻറ്റു എത്ര കിട്ടും? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എ സ്ക്വയർ ഒമേഗ സ്ക്വയർ. എം ഇൻറ്റു ഒമേഗ സ്ക്വയറിനെ നമുക്ക് കെ എന്ന് എഴുതാം. സോ ദിസ് വിൽ ബി ഹാഫ് കെ എ സ്ക്വയർ. ഓക്കെ, മീൻ പൊസിഷനിലായിരിക്കും. അപ്പൊ കൈനറ്റിക് എനർജി എന്താണ്? ഹാഫ് കെ എ സ്ക്വയർ. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? പി ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 0. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? 0. ഇനി അടുത്ത എക്സ്ട്രീം പൊസിഷൻ. എക്സ്ട്രീം പൊസിഷൻ അത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഹാഫ് എം വി സ്ക്വയർ കൈനറ്റിക് എനർജി. ഇനി വെലോസിറ്റി അറ്റ് എക്സ്ട്രീം പൊസിഷൻ എന്താണ്? ഇസ് ഈക്വൽ ടു 0 അല്ലേ? അപ്പൊ ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 0. ദിസ് വിൽ ബി ഈക്വൽ ടു 0. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് കെ എക്സ് സ്ക്വയർ. എക്സിന്റെ വാല്യൂ എത്രയാണ്? മീൻ പൊസിഷൻ എ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എ സ്ക്വയർ. ഓക്കെ, അപ്പോൾ മെയിൻ പൊസിഷനിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ ഹാഫ് കെ എ സ്ക്വയർ, പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ 0. മീൻ പൊസിഷനിൽ എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ 0യും പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ ഹാഫ് കെ എ സ്ക്വയർ. അതായത് കൈനറ്റിക് എനർജിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ് അല്ലേ? ഓക്കെ, ഇതിനെ ബേസ് ചെയ്ത് നമുക്കൊരു ഗ്രാഫിക്കൽ പ്ലോട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പം ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ ഗ്രാഫിക്കലി വരച്ച പ്ലോട്ടാണ് ഇത്. ഓക്കെ, സോ ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ദിസ് ഇസ്, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലേ? ഇത് പൊട്ടൻഷ്യൽ എനർജി, ഇത് കൈനറ്റിക് എനർജിയാണ്. പൊട്ടൻഷ്യൽ എനർജിയുടെ മെയിൻ എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? മെയിൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി 0യും കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണിത്? ഹാഫ് എം വി സ്ക്വയറും. അതേപോലെ കൈനറ്റിക് എനർജി എക്സ്ട്രീം പൊസിഷനിൽ 0യും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാഫ് എം വി സ്ക്വയറും ആണ്. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി. അപ്പോൾ മെയിൻ പൊസിഷനിൽ നോക്കിക്കേ, മെയിൻ പൊസിഷനിൽ കെ ഇ ഹാഫ് കെ എ സ്ക്വയർ, പൊട്ടൻഷ്യൽ എനർജി 0. അതേപോലെ മെയിൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? 0യും പൊട്ടൻഷ്യൽ എനർജി ഹാഫ് കെ എ സ്ക്വയർ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ടോട്ടൽ എനർജി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മെയിൻ പൊസിഷനിലെ ടോട്ടൽ എനർജി എന്തായിരിക്കും? മെയിൻ പൊസിഷനിൽ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി മെയിൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 0. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് എം വി സ്ക്വയർ. അപ്പൊ എന്ത് കിട്ടും? സോറി, ഹാഫ് കെ എ സ്ക്വയർ. അപ്പൊ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഹാഫ് കെ എ സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ എക്സ്ട്രീം പൊസിഷനിലായിരിക്കുമ്പോൾ ടോട്ടൽ എനർജി എന്താണ്? ഇവിടെ ഹാഫ് കെ എ സ്ക്വയറും ഇത് 0യും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ. അപ്പൊ ടോട്ടൽ എനർജി എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? മെയിൻ പൊസിഷനിൽ ഈ ഒരു വാല്യൂ
എക്സ്ട്രീം പൊസിഷനിലും ഈ സെയിം വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ടോട്ടൽ എനർജീനെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പോകും. ദാറ്റ് ഈസ് ദ ടോട്ടൽ എനർജി. ഇതാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു പ്രോബ്ലം ആണ്. എ ബ്ലോക്ക് ഹൂസ് മാസ് ഇസ് 1 kilogram ഈസ് fastened to a spring. The spring has a spring constant of 50 Newton per meter. The block is pulled to a distance x is equal to 10 centimeter from its equilibrium position at x equal to 0 on a frictionless surface from rest at t equal to 0. Calculate the kinetic, potential and total energy of the block when it is 5 centimeter away from the mean position. അതായത് ഒരു മാസ്, ഇതാണ് ഒരു മാസ്, 1 kilogram ഉള്ളൊരു മാസാണിത്. ഇതിനെ ഒരു സ്പ്രിങ്ങിൽ നമ്മൾ ടൈ ചെയ്ത് വെച്ചേക്കുവാണ്. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ മീൻ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇതാണ് ഈ മീൻ പൊസിഷൻ, ഇവിടെ വെച്ചേക്കുവാണ്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു 10 സെന്റിമീറ്ററിലോട്ട് അതിനെ എന്ത് ചെയ്തു, പുള്ള് ചെയ്തു. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 10 സെന്റിമീറ്ററിൽ അതിനെ എന്ത് ചെയ്തു, പുള്ള് ചെയ്തു. ഓക്കെ, 10 സെന്റിമീറ്ററിലോട്ട് പുള്ള് ചെയ്തു. പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇതിന്റെ പകുതി ഡിസ്റ്റൻസ്, അതായത് 5 സെന്റിമീറ്റർ ആയിരിക്കുമ്പോൾ ഉള്ള കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം ഇവിടെ തന്നേക്കുന്ന എന്താണ്, മാസ് തന്നിട്ടുണ്ട്, സ്പ്രിങ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. അപ്പൊ തന്നേക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം. മാസ് എത്രയാണ്, മാസ് m ഇസ് ഈക്വൽ ടു 1 kilogram. അതേപോലെ സ്പ്രിങ് കോൺസ്റ്റന്റ് കെ എന്ന് പറയുന്നത് എത്രയായിരുന്നു, നോക്കിക്കേ. കെ ഇസ് ഈക്വൽ ടു വാട്ട്, 50 ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അപ്പൊ കെ എന്ന് പറഞ്ഞാൽ എന്താണ്, 50 ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പൊ കെ തന്നിട്ടുണ്ട്, മാസും തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്പ്രിങ്ങിന്റെ, സോറി, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലേ, അതല്ലേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഏതായിരുന്നു, ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതിൽ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു അല്ലേ. കെ ബൈ എമ്മിനാണ് ഞാൻ എന്ത് കൊടുത്തത്, ഒമേഗ സ്ക്വയർ കൊടുത്തത്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ, ഇതാണ് ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ ഫ്രീക്വൻസി, ഇത് കണ്ടുപിടിച്ചൂടെ. ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കെ ഡിവൈഡഡ് ബൈ എം ആണ്. അപ്പൊ ഒമേഗയുടെ വാല്യൂ എന്താണ്, റൂട്ട് ഓഫ് കെ ഡിവൈഡഡ് ബൈ എം. അപ്പൊ ഇവിടെ എന്താണ് കെ, റൂട്ട് ഓഫ് 50 ഡിവൈഡഡ് ബൈ എം എന്ന് പറഞ്ഞാൽ 1, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 50. റൂട്ട് 50 എന്ന് പറഞ്ഞാൽ എന്താണ്, 25 ഇൻറ്റു 2, അതായത് 5 റൂട്ട് 2 വിച്ച് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു 1.414 എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 7.07 യൂണിറ്റ് എന്താണ്, റേഡിയൻസ് പെർ സെക്കൻഡ്, ആംഗുലാർ ഫ്രീക്വൻസി ഓർ ആംഗുലാർ, ഓക്കെ, ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, 7.07 റേഡിയൻസ് പെർ സെക്കൻഡ് എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഇതിനകത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ്. കാരണം എന്താണ്, നമുക്ക് കൈനറ്റിക് എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ഒരു സൈഡിലോട്ട് എഴുതാം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ ആണ്. അതായത് ഈ വെലോസിറ്റി നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് അറിയണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഈ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്പ്ലേസ്മെന്റ് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്രഷൻ എന്താണ്, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. ഇവിടെ ഫൈ എന്താണ്, ഫൈ ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് ഈക്വൽ ടു 0 ഇന്ന് എവിടെയാണ് പോയത്, എക്സ് ഈക്വൽ ടു 10 സെന്റിമീറ്ററിലോട്ടാണ് പോയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എ എന്ന് പറയുന്നത് എന്താണ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അല്ലേ. ആ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതാണ്, ഇതല്ലേ, ഇതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്, എക്സ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ.
അതാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. 10 സെന്റിമീറ്റർ ആണ്. അതിനെ നമ്മൾ മീറ്ററിലോട്ട്, SI യൂണിറ്റ് ആണ്, അപ്പോൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്ത് കിട്ടും? 0.1 മീറ്റർ. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 0.1 ഇൻറ്റു കോസ് ഒമേഗ ടി. ഒമേഗ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എന്തായിരുന്നു? 7.07. സോ 7.07 ടി. എത്രയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്? അതായത് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയും ഏത് വാല്യൂവിലുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 50 സെന്റിമീറ്ററിലുള്ളതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? 50 സെന്റിമീറ്ററിലുള്ള കാര്യങ്ങളാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഈ 50 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. ആ എക്സ് ഈക്വൽ ടു 50 സെന്റിമീറ്റർ ആയിരിക്കുമ്പോഴാണ് SI യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതെന്തായി? 0.05 മീറ്റർ, അല്ലേ? 0.05 മീറ്റർ. സോറി, 50 സെന്റിമീറ്റർ അല്ലായിരുന്നു, എന്തായിരുന്നു? 5 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഹാഫ് ദ ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ 5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.05 മീറ്റർ. സോ ഇവിടുത്തെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.05 മീറ്റർ. അത്രയിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. സോ ഇതിനകത്തുനിന്ന് കോസ് 7.07 ടി എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 0.1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 0.5 എന്ന് കിട്ടി, അല്ലേ? അത് നോക്കിക്കേ, ഇവിടെ നിന്ന് കോസ് ഓഫ് 7.07 ടി എന്ന് പറഞ്ഞാൽ 0.5 ആണ്. കോസ് 7.07 ടി ഈക്വൽ ടു 0.5. ഈ 0.5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2. അപ്പൊ നമുക്ക് നോക്കിക്കേ, സൈൻ കോസ് 30, 45, 60. സൈൻ 30 എന്താണ്? 1/2. അപ്പോഴത്തേക്കുള്ള കോസ് 30 എന്തായിരിക്കും? √3/2. സൈൻ 45 1/√2. കോസ് 45 1/√2. സൈൻ 60യോ? √3/2. കോസ് 60 1/2. അപ്പൊ കോസിന്റെ ഏതോ ഒരു വാല്യൂ ആണ് 1/2. ഏത് വാല്യൂ ആണത്? ഈ വാല്യൂ ആയിരിക്കും, അല്ലേ? കോസ് 1/2 ആവുന്ന വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ സൈനിന്റെ ആ സെയിം വാല്യൂ എത്രയായിരിക്കും? √3/2. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സൈൻ 7.07 ടി എന്തെഴുതാം? അല്ല, ഇത് 1/2 ആണെന്നുണ്ടെങ്കിൽ ഇത് എന്തായിരിക്കും? √3/2. സോ ദാറ്റ് ഈസ് √3/2. √3/2 എന്ന് പറഞ്ഞാൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.866 എന്ന് കിട്ടും. ഓക്കെ, √3/2 എന്ത് കിട്ടി? 0.866 എന്ന് കിട്ടി. അപ്പൊ കോസൈൻ വാല്യൂ കിട്ടി. ഇനി നമുക്ക് വെലോസിറ്റി ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. വെലോസിറ്റി എന്താണ്? എക്സ്പ്രഷൻ എന്തായിരുന്നു? -a ω സൈൻ ω t പ്ലസ് 5. 5യുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഇപ്പൊ വെലോസിറ്റി നെഗറ്റീവ് ആയിട്ട് എടുക്കണ്ട. സോ ദിസ് ഇസ് a ω സൈൻ ω t. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്, ദാറ്റ് ഈസ് 0.1. ഒമേഗ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എത്രയാണ് ഒമേഗയുടെ വാല്യൂ? ഒമേഗ ഈക്വൽ ടു വാട്ട്? 7.07 റേഡിയൻസ് പെർ സെക്കൻഡ്, അല്ലേ? ഒമേഗ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.07 റേഡിയൻസ് പെർ സെക്കൻഡ്. സോ 0.1 ഇൻറ്റു 7.07 ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി. ഏതാണിത്? സൈൻ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ 7.07 ടി, അല്ലേ? ദിസ് ഇസ് 0.1 ഇൻറ്റു 7.07 ഇൻറ്റു സൈൻ ഓഫ് 7.07 ടി എത്രയാണ്? 0.866. 0.866. ഓക്കെ, ഇത് ചെയ്യാൻ നേരത്ത് നമുക്ക് എത്ര കിട്ടും? 0.61. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ വെലോസിറ്റി നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് വൺ, വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലേ? എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? കൈനറ്റിക് എനർജി. എന്താണ് കൈനറ്റിക് എനർജി? ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു m ഇൻറ്റു വി സ്ക്വയർ. സോ ദിസ് ഇസ് ഹാഫ് ഇൻറ്റു m എത്രയാണ്? 1 ഇൻറ്റു വെലോസിറ്റി നമ്മൾ നേരത്തെ ചെയ്തു 0.61 the whole square. So this will be equal to 0.19
joules. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് വൺ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമുക്ക് കെ അറിയാം 50 ന്യൂട്ടൺ പെർ മീറ്റർ ആണ്, ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, എത്ര ഡിസ്പ്ലേസ്മെന്റിൽ ഉള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 0.05 മീറ്ററിലുള്ളത്. സോ ദിസ് വൺ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.0625 ജൂൾസ് എന്ന് കിട്ടി. അപ്പൊ കൈനറ്റിക് എനർജിയും കിട്ടി, പൊട്ടൻഷ്യൽ എനർജിയും കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ പാർട്ട് ഏതാ ചെയ്യാനുള്ളത്? ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. സോ 0.19 പ്ലസ് 0.0625 ഇത് രണ്ടും കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.25 ജൂൾസ് എന്ന് കിട്ടും. ഓക്കെ, നോട്ട് 5. ഓക്കെ, 0.25 ജൂൾസ് എന്ന് കിട്ടും. സോ ഇന്ന് നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? കൈനറ്റിക് എനർജിയുടെയും ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു അല്ലേ? അതായത് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. കൈനറ്റിക് എനർജിക്ക് ഒരു എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എന്തായിരുന്നു? ഹാഫ് കെ എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ആണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചു, ഹാഫ് ഇൻറ്റു കെ എ സ്ക്വയർ കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് 5 ആണ്. എന്നിട്ട് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. അപ്പോൾ ഇത് സം ചെയ്തിട്ട് ഇതെന്ന് പറയുന്ന 1 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് കെ എ സ്ക്വയർ. അതിനെ ബേസ് ചെയ്ത് നമ്മൾ കൈനറ്റിക് മീൻ പൊസിഷനിലും പൊട്ടൻഷ്യൽ എനർജി മീൻ പൊസിഷനിലും എക്സ്ട്രീം പൊസിഷനിലും ആയിരിക്കുന്ന കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഗ്രാഫിക്കലി അതിനെ നമ്മൾ എന്ത് ചെയ്തു? പ്ലോട്ട് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ബേസ് ചെയ്ത് ഒരു പ്രോബ്ലം ന്യൂമറിക്കൽ നമ്മൾ ചെയ്തു അല്ലേ? സോ ഹോപ്പ് ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷന് 2 എക്സാമ്പിൾസ്, അതായത് ഓസിലേഷൻസ് ഡ്യൂ ടു എ സ്പ്രിങ്ങും സിമ്പിൾ പെൻഡുലവും നമുക്ക് ചെയ്യാം. ഓക്കെ, ദെൻ ബൈ.